ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 10 പേർ മരിച്ചുവെന്ന് സ്ഥിരീകരണം വന്നിരിക്കുന്നു. ലോക് നായിക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മൃതദേഹങ്ങളുണ്ട്. ഈ 10 പേരുടെയും മൃതദേഹം LNGPയിലുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ വിനീത VG ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനീത, സംഭവ സ്ഥലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ? നിലവിൽ 10 മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മൃതദേഹങ്ങൾ LNGP ആശുപത്രിയിലാണ് ഉള്ളത്. നേരത്തെ ആരോഗ്യമന്ത്രി ആശുപത്രിയിലെത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ഡൽഹി ആരോഗ്യമന്ത്രി LNGP ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വിവിധ അന്വേഷണ ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അല്പസമയം മുൻപ് സംസാരിച്ചു. നിലവിലെ അന്വേഷണ സ്ഥിതിഗതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലീസിന്റെ പ്രത്യേക സംഘമാണ്. ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഈ ഫയർ എഞ്ചിനുകൾ കിടക്കുന്നതിന്റെ മുൻവശത്തായാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ആ സ്ഥലത്ത് നമുക്കിപ്പോൾ പ്രവേശനമില്ല. അവിടെയൊക്കെ തന്നെ ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ മറ്റു ഭാഗമായിട്ടാണ് അത്തരമൊരു നടപടിയുള്ളത്. ആ മേഖലയിൽ ഇപ്പോൾ ഈ അന്വേഷണ സംഘം എത്തി, മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം എത്തി. അവിടെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം അവർ അവിടെ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. NIA ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഓരോ അന്വേഷണ സംഘത്തിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ഈ സ്ഫോടനം അങ്ങേയറ്റം ദാരുണമായി പോയ സംഭവമെന്ന ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ ഒരു പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുകയാണ്. ഒപ്പം തന്നെ ഉത്തരാഖണ്ഡ് DGPക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സംസ്ഥാന അതിർത്തികളിൽ പ്രത്യേകമായിട്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഡൽഹിയിൽ ഈ സ്ഫോടനം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലും അതിർത്തി മേഖലകളിലും ഒക്കെ തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും മറ്റ് ഉദ്യോഗസ്ഥർ അവർ ഇവിടെ നിന്ന് ആ സംഭവം നടന്ന ആ സ്ഫോടനമുണ്ടായ സ്പോട്ടിൽ നിന്ന് അവർ സന്ദർശിച്ചതിന് ശേഷം അടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഇവിടെ വരുമ്പോൾ വളരെയധികം ദാരുണമായിട്ടുള്ള ചില കാഴ്ചകൾ തന്നെയാണ് നമുക്ക് തളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ പല മേഖലകളിലുമായി മനുഷ്യമാംസം ചിതറിക്കിടക്കുന്ന ഒരു സാഹചര്യം, അതൊക്കെ തന്നെ അവർ നീക്കം ചെയ്യുന്നുണ്ട്. ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി അവർ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിരിക്കുകയാണ്. ആവശ്യമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. NIA ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയവർ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ DGPയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു വാഹനം, അതൊരു വളരെ സ്ലോവിൽ പതിയ ഒരു വാഹനം റെഡ് സിഗ്നൽ കേന്ദ്രീകരിച്ച് നീങ്ങുകയായിരുന്നു. ആ വാഹനത്തിലാണ് സ്ഫോടനം ഉണ്ടായത്. പിന്നാലെ ആ സ്ഫോടനത്തിൽ മറ്റു വാഹനങ്ങളിലേക്ക് കൂടി തീ പടരുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 6 കാറും ഒപ്പം തന്നെ 2 ഓട്ടോറിക്ഷയുമാണ് ആ സ്ഫോടനത്തിൽ സമീപമുണ്ടായിരുന്ന ഓട്ടോറിക്ഷയുമാണ് ആ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ചത്. വാഹനങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന മേഖലകളിലൊക്കെയായി ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കിയിരിക്കുകയാണ്. ഇപ്പോഴും സ്ഥലത്ത് ഉന്നത ഉദ്യോഗസ്ഥർ തുടരുകയാണ്. അവർ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.